മുണ്ടക്കൈയിൽ കേന്ദ്ര പെട്രോളിയം ആൻഡ് ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തുകയാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം ദുരന്ത മേഖലകൾ സന്ദർശിച്ച വിശദാംശങ്ങൾ ചോദിച്ചറിയാണ്. നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ഷെവീദ് റാവുത്തർ കൂടി ചേരുന്നു. ഷെവീദ്, പ്രാഥമികമായി എന്തൊക്കെ അന്വേഷണങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് സുരേഷ് ഗോപി ഇന്ന് വയനാട്ടിൽ എത്തിയിരിക്കുന്നത്. പറയൂ. സുരേഷ് ഗോപി മുണ്ടക്കയിൽ ഭാഗത്തേക്കാണ് ആദ്യം എത്തിയത്. അദ്ദേഹം അവിടെ ഈ രാഹുൽ പങ്കജ് എന്ന് പറയപ്പെടുന്ന ആർമി ഉദ്യോഗസ്ഥൻ, അതായത് മുണ്ടക്കയുടെ ചുമതലയുള്ള ആർമി ഉദ്യോഗസ്ഥനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അദ്ദേഹം ഈ ഉരുൾപൊട്ടലുണ്ടായ വിധവും അതേപോലെ തന്നെ ഇവിടെ വീടുകൾ നഷ്ടമായത്, ഈ ഉരുൾപൊട്ടലിന്റെ ആഘാതം അത് കേട്ട് അദ്ദേഹം ഒരു വലിയ ഞെട്ടലിലാണ് സുരേഷ് ഗോപിക്ക് ഉണ്ടായത്. അദ്ദേഹം അത് പ്രകടമാക്കുകയും ചെയ്തു. അദ്ദേഹം ഈ മറുപടിയായി ചോദിച്ചത്, ഈ ഒരു പ്രദേശം മുഴുവൻ ഈ ഒരു രീതിയിൽ തന്നെ പോയിരുന്നോ, ഇവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് സുരേഷ് ഗോപി ആർമി ഉദ്യോഗസ്ഥനോട് ചോദിച്ചത്. മാത്രമല്ല ഈ സുരക്ഷാ കാര്യങ്ങളൊക്കെ അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തു. ഇപ്പോഴും അദ്ദേഹം ഈ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. പ്രത്യേകിച്ച് ഈ മുണ്ടക്കൈ ഒരു ടൗൺ പ്രദേശമാണ്. ആ ടൗൺ മേഖല ഒന്നാകെ പോയി എന്നുള്ളത് വലിയ ഞെട്ടൽ, നമുക്കുള്ളതുപോലെ വലിയ ഞെട്ടൽ അത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിട്ടുമുണ്ട്. അദ്ദേഹം അതാണ് പ്രധാനമായും ചോദിച്ചത്. സാധാരണഗതിയിൽ ആളുകൾ മുണ്ടക്കൈ ടൗണിൽ വന്നതിന് ശേഷം പുഞ്ചിരിമട്ടത്തേക്ക് പോവുകയാണ്. അതേസമയം സുരേഷ് ഗോപി ഇപ്പം മുണ്ടക്കൈ ടൗണിൽ ഇറങ്ങി അവിടെ നിന്ന് നടന്ന അദ്ദേഹം ഈ ഒരു പ്രധാനപ്പെട്ട റോഡായിരുന്നു പുഞ്ചിരിമട്ടത്തെ കണക്ട് ചെയ്യുന്നത്. ആ റോഡൊക്കെ ഈ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം അവിടെ ചോദിക്കുകയായിരുന്നു, അദ്ദേഹം ഈ ഭാഗത്തേക്ക് റോഡിലൂടെ അദ്ദേഹം നടന്നു, ഇതിൽ കൂടിയായിരുന്നോ യാത്ര എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അതൊക്കെ കണ്ട് അദ്ദേഹം ഞെട്ടലിലാണ്. സ്വാഭാവികമായും ഏത് മലയാളിയെ സംബന്ധിച്ചും ഏത് മനുഷ്യനെ സംബന്ധിച്ചും ഉണ്ടാകുന്ന ഞെട്ടൽ അത് സുരേഷ് ഗോപിക്കും ഉണ്ടായി. അദ്ദേഹം ഇപ്പോഴും അക്കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചറിയുകയാണ്. ഇവിടുത്തെ ഈ ആർമി ഉദ്യോഗസ്ഥരോട്, അതായത് ഇവിടെ ചുമതലയുള്ള ഈ മുണ്ടക്കൈയുടെ ചുമതലയുള്ള ആർമി ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചറിയുന്നുണ്ട്. ഓരോ കാര്യങ്ങളും സുരേഷ് ഗോപി ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ എത്ര വീടുകൾ ഉണ്ടായിരുന്നു, എത്ര മനുഷ്യർ മിസ്സിംഗ് ആയി, എത്ര മനുഷ്യർക്ക് പരിക്കേറ്റു, മാത്രമല്ല ഇവിടെ ജനവാസ മേഖലയായിരുന്നിട്ടും എത്രത്തോളം സൗകര്യം ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചറിയുന്നു. അലേർട്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ സുരേഷ് ഗോപി ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ആളുകളോട് ചോദിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടുത്തെ ചുമതലയുള്ള ആളുകളോട് ചോദിച്ച് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അല്പസമയത്തുള്ള അദ്ദേഹം ഈ പുറത്തേക്ക് എത്തി, അതായത് കുറച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയാൽ സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണും. ഇപ്പോഴും അദ്ദേഹം ഇവിടെ തുടരുന്നു, മുണ്ടക്കയിലെ ടൗൺ ഭാഗത്ത് തുടരുന്നു. അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ അത് കാണാനും സാധിക്കും. ഓരോ കാര്യങ്ങളും സുരേഷ് ഗോപി ചോദിച്ചറിയുന്നു. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം ക്യാമ്പ് സന്ദർശിക്കുമെന്നുള്ളതാണ് ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ ഷെഡ്യൂളിലുള്ള ഒരു കാര്യം. മാത്രമല്ല അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ സ്വാഭാവികമായും ഇനി കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ എങ്ങനെ സഹായിക്കാൻ കഴിയും, കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യും, എങ്ങനെയായിരിക്കും ഇത് കേന്ദ്ര സർക്കാരിൽ അവതരിപ്പിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതും തീർച്ച. ആ ഒരു കാത്തിരിപ്പിലാണ് നമ്മളും. എന്തൊക്കെയായിരിക്കും കേന്ദ്ര സർക്കാരിനോട് സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും അദ്ദേഹം വന്നതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റിലധികം കഴിയുന്നു. 10 മിനിറ്റിൽ അദ്ദേഹം ഇവിടെ തുടരുകയാണ്. ഇപ്പോഴും അദ്ദേഹം മടങ്ങിയിട്ടില്ല. ഇതിനുശേഷം അദ്ദേഹം പോകുന്നത് മിലിറ്ററി ക്യാമ്പിലേക്കായിരിക്കും. മേപ്പാടി മിലിറ്ററി ക്യാമ്പിലേക്കും വിംസ് ആശുപത്രിയിലും പൊതുശ്മശാനത്തിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും അദ്ദേഹം സന്ദർശനം നടത്തും. ഏതായാലും ഇവിടേക്ക് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് ആളുകൾ, നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, മന്ത്രിമാരടക്കം ഇങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ മനുഷ്യർക്ക് അതൊരു വലിയ ആശ്വാസവും പ്രതീക്ഷയും ഒക്കെയാണ്. കാരണം അവരുടെ ഒപ്പം നിൽക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ മനുഷ്യരുണ്ട്. കേരളത്തിലെ എല്ലാവരെയും പോലെ ഇത്തരം മനുഷ്യരുണ്ട്. അവരടക്കം ഇനി ഇവർക്ക് വേണ്ട സൗകര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കാൻ ഒപ്പമുണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യം, അതല്ലെങ്കിൽ ഒരു വലിയ ഒരു ഉറപ്പ് അത് അവർക്ക് നൽകുന്നുണ്ട്. അതൊരു ആത്മവിശ്വാസവും ആശ്വാസവും ഒക്കെയാണ്. രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 5-6 ദിവസമായി ഇവിടെ തുടരുന്ന രക്ഷാപ്രവർത്തനത്തിൽ ദുഷ്കരമായിട്ടുള്ള പല കാര്യങ്ങളും രക്ഷാപ്രവർത്തകർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തകരോട് ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ച് അവർക്ക് ആത്മവിശ്വാസം പകരുന്നതും നമ്മളുടെ തുടർ തെരച്ചിലിനും തുടർ റെസ്ക്യൂവിനും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാകുമെന്നുള്ളതും തർക്കമില്ല. ഇന്നലെ മോഹൻലാൽ അദ്ദേഹം ഇവിടേക്ക് എത്തിയിരുന്നു.